അഞ്ചലായി റോഡിൽ കൈപ്പള്ളിമുക്കിലാണ് ഫാസ്റ്റ് താഴേക്ക് മറിഞ്ഞ് വൻ അപകടം ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേർക്ക് സീരിയസ് ആണ്. ആംബുലൻസുകൾ ഒരുപാട് ആൾക്കാർക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ 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 മാറണേ. അടുത്ത ആംബുലൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് ബസ് ഒരു ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. ടെമ്പോയ്ക്കകത്ത് ആൾക്കാരുണ്ട്. ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തെന്നാണ് പറയുന്നത്. ടെമ്പോയിൽ ആൾ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് രക്ഷപ്പെടുത്താൻ ജനങ്ങൾ ആവുന്ന ശ്രമിക്കുകയാണ്. ആംബുലൻസുകൾ കയറ്റിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. വൻ അപകടമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ടെമ്പോ വെച്ച് ഇതിന്റെ അകത്ത് ആള് കുടുങ്ങിക്കിടക്കുകയാണ്. അഞ്ചലായി റോഡിൽ കൈപ്പള്ളിമുക്കിൽ തൊട്ട് താഴെ കുരിശടിക്ക് സമീപം ഐസ് പ്ലാന്റിന് സമീപമാണ് ഈ വൻ അപകടം നടന്നിരിക്കുന്നത്. ആളതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരാളുടെ കയറ് വൻ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ടെമ്പോ ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിപ്പിക്കല്ലേ, മാറിയില്ല. പിടിക്കല്ലേ, ആ സൈഡ് കൊണ്ട് കയറി പിടിക്കല്ലേ. മതി ആളുണ്ട്. കൊച്ചുമോനെ അകന്ന് ഒന്ന് നോക്കിയെടുക്ക്. ധൈര്യമായിട്ടിരിക്കും. കയറിന്റെ ഇടയിൽ നിന്ന് പിക്കപ്പെടുത്തോ വണ്ടി എടുത്തോ. ഇത് ആള് പുറകിലോട്ട് കയറിയില്ലേ, വണ്ടി എടാ ആ പോസ്റ്റ് വീഴും. ഇതിന്റെ അകത്ത് ആളിരിക്കുകയാണ്. ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് കൂടിയിരിക്കുന്നത്. അണ്ണാ ഈ സൈഡിൽ നിന്ന് മാറിയില്ലണ്ണ, ഈ സൈഡിൽ നിന്ന് മാറിയില്ലണ്ണ, ആ പോസ്റ്റ് വീഴുവണ്ണ. ഒന്നുകൂടെ വലി, ഒന്നുകൂടെ വലി, വലി വലി. അങ്ങോട്ടൊക്കെ പിടി, ആ സീറ്റൊക്കെ പൊക്കണേ, സീറ്റൊക്കെ പൊക്കണേ. ആംബുലൻസ് കേട്ട, ആംബുലൻസ് കേട്ട. വഞ്ചൂരി എടുക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ മൊബൈലും വഞ്ചൂരി എടുക്കുന്ന മെഡിക്കല് കൊണ്ടുപോകാനുള്ള വണ്ടിയാന്നേ. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേന്നോ? രണ്ട് ഒരു വഴി പോയതാ. ബസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? കയറി നോക്കിയോ? ഈ ബസ് എവിടെ നിന്ന് വന്നേ? ടെമ്പോയും അവിടെ നിന്ന് തന്നെ വന്നേല്ലയോ? ടെമ്പോയുടെ ബാക്കിൽ ഇടിച്ചതാ. ഇത് ഈ പിന്നെ ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലേ, ഈ കട്ടിങ് വിട്ട് ഇതിൽ കയറി വരും. അങ്ങനെ ഇത് ഒഴിച്ചതായിരിക്കും. ഇവിടുന്നൂടെ മാറി ഇങ്ങോട്ട് കയറി പോട്ടെ വണ്ടി. ഇങ്ങോട്ട് കയറിപ്പോടെ, ഇങ്ങോട്ട് കയറിപ്പോടെ, ഇങ്ങോട്ട് കയറിപ്പോ. ഈ സൈഡിൽ നിച്ച് ആള് മാറി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നിന്നോ, ഇങ്ങോട്ട് ഇല്ല. ഈ വാഹനം ഉപയോഗിച്ചാണ് ആ ടെമ്പോയിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തിയത്. ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാർക്ക് പരിക്കുണ്ടെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഒരുപാട് ആംബുലൻസുകളാണ് വന്നു പോയത്. അതുകൊണ്ട് എത്രത്തോളം ആൾക്കാരെ കൊണ്ടുപോയെന്നോ അതല്ല ഇനി വരും സമയങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ.
പിന്നെ കൊച്ചുവിനെ ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്ത് അറിയുന്ന എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ? വണ്ടിയിൽ മൊത്തം പേരെ കൊണ്ടുപോയി. എത്ര ഏകദേശം എത്ര പേര്? ഈ ബസ്സിനകത്ത് എനിക്ക് തോന്നുന്നു സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു. ഫുൾ സീറ്റ് ആളുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എല്ലാവർക്കും പരിക്കുണ്ട്. സീരിയസ് ആയ പരിക്കുകൾ എനിക്ക് എടാ അവിടുന്ന് മൈരൊന്ന് മാറ്റിക്കൊറേ, ഒന്ന് മാറണേ. ആ വണ്ടി പോട്ടെ, പൂറുണ്ട് കൊണ്ട് അവിടേക്ക് വന്നു. നമ്മൂമ്മയുടെ പാറി. എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അഞ്ചൽ നിന്ന് ആയൂരേക്ക് വന്ന KL-2R8776 എന്ന് പറയുന്ന ടെമ്പോയുടെ ബാക്കിൽ തിരുവനന്തപുരം ഫാസ്റ്റാണ്, വിഴിഞ്ഞം പൂവാർ തിരുവനന്തപുരം ഫാസ്റ്റാണ് വന്ന് തട്ടി. അത് തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ തോട്ടിലേക്കും വയലിലേക്കും മറിഞ്ഞിരിക്കുകയാണ്. ഈ റോഡിന്റെ ആണ് ഏറ്റവും വലിയ ഈ കുഴപ്പം വന്നിരിക്കുന്നത്. ഈ കെട്ടി കിടക്കുന്നതിലാണ് ഈ കുഴപ്പം സംഭവിച്ചത്. വണ്ടിക്ക് തിരിക്കാനും എടുക്കാനും ഒക്കെ സമയമില്ല, സൈഡ് കൊടുക്കാനില്ല. പാറയും കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു, കുറെ ബീപ്പയും പറക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നു. പിന്നെ വണ്ടി എങ്ങോട്ട് തിരിക്കും? ഇപ്പോഴത്തെ സൈഡ് റോഡാണ്, പിന്നെ എങ്ങനെ വണ്ടി തിരിക്കും? കൊല്ലാനായിട്ടാണ് ഈ ഓരോ എല്ലാ വണ്ടികളും ഈ പകുതി ഭാഗത്തൂടെ മാത്രമാണ് ഓടുന്നത്. പകുതി ഭാഗത്തൂടെ മാത്രമാണ് ഓടുന്നത്. ഈ അപകടം വരാൻ വേണ്ടിയാണ് ഈ റോഡ് വല്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബമ്പ് വെച്ചെങ്കിൽ വണ്ടി അവിടെ സ്ലോവിലേ വരുത്തണമായിരുന്നു. ബമ്പ് അപ്പുറം ബമ്പ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് വണ്ടികൾ ഓവർ സ്പീഡിൽ വരുന്നത്. പണിയുടെ ബോർഡ് വെച്ചിട്ടില്ല, പണി നടക്കുന്നതായിട്ടുള്ള ബോർഡ് വെച്ചിട്ടില്ല, ബമ്പ് വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും വളവിന് ബോർഡ് വെച്ചാണ് പണിയേണ്ടത്. അതുപോലെ ഒരു സൈഡ് പണി തീർന്നു കിടക്കുകയാണ്. ഒരു സൈഡ് പണി തീർന്നു കിടക്കണം. അതിലെ മാത്രമാണ് രണ്ട് സൈഡിലും വണ്ടി പോകുന്നത്. അതെ, ഒരു സൈഡിൽ കൂടാണ് വണ്ടികൾ മൊത്തം പോകുന്നത്. ഈ വണ്ടി ആയൂരിലേക്ക് അഞ്ചലേക്ക് പോയതാണെന്നാണ് പറയുന്നത്. അതായത് ഈ ടെമ്പോ ഈ ടെമ്പോ ആയൂർന്ന് അഞ്ചലേക്ക് പോവുകയും ഈ തിരുവനന്തപുരം ഫാസ്റ്റ് അഞ്ചൽ നിന്ന് ആയൂരേക്കും വരികയാണ് ചെയ്തത്. അങ്ങനെ ടെമ്പോ മുഖാമുഖം ഇടിച്ച് തിരിഞ്ഞ് ഈ പോസ്റ്റിൽ വന്ന് ഇടിച്ച് ഈ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് ബസ് തോട്ടിലേക്ക് മറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് റബ്ബർ തൈ കയറ്റി വന്ന വണ്ടിയാണ്. മുഖത്തോട് മുഖമാണ് ഇടിച്ചിരിക്കുന്നത്. മുഖത്തോട് മുഖമാണോ ഇടിച്ചേ? ഇത് ഇടിച്ചു തിരിഞ്ഞതാ. ഇത് ആയൂർന്ന് വന്ന വണ്ടിയാ. അത് ഈ രണ്ട് വണ്ടികളും ഈ പിന്നെ പണിഞ്ഞിട്ടേക്കുന്നിടത്തൂടെ തന്നെ വന്ന് പണിഞ്ഞിട്ടേക്കുന്ന സൈഡിൽ ഇറക്കത്തില്ല വണ്ടികൾ. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ KSRTC ബസ്. ഓപ്പോസിറ്റാണ് ഇടി നടന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വണ്ടി രണ്ടും ഒരേ സൈഡിലാണ് കിടക്കുന്നത്. ഇവിടുത്തെ റോഡിൻ്റെ അപാകത എന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു സൈഡ് പൂർണ്ണമായി യഥാർത്ഥത്തിൽ എടുത്തിരിക്കുന്ന പറയാനേ, ഇവിടുന്ന് ആപ്പാട് റോഡിന് ഉള്ള മീറ്ററിൽ നിന്ന് 1.5 മീറ്റർ മണ്ണ് അവരെടുത്തു. മണ്ണെടുത്തതിന് യഥാർത്ഥത്തിൽ നിലവിൽ ഇവിടുന്ന് വീതി എടുത്തിട്ടേ ഇല്ല. റോഡ് നിലവിലുള്ള റോഡിന് ആ മണ്ണ് ബിൽഡിംഗ് അത്ര സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ടി എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു വിധ വികസന പ്രവർത്തനം ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അതാണ് അതിന്റെ ചുരുക്കം. എത്ര നാളുകൊണ്ട് ഈ പാറ മണ്ണ് ഇവിടെ കിടക്കുന്നത്? ഏകദേശം 3 മാസത്തോളം 3 മാസത്തോളമുള്ള കെട്ടിടക്ക് എത്ര ലക്ഷം രൂപയുടെ വർക്ക് സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് ഇത് കെട്ടുന്നത്. കാര്യം ഇവിടുന്ന് നമുക്ക് നിലവിലുള്ള റോഡ് 1.5 മീറ്റർ ഉണ്ടായിരുന്നു റോഡിൽ നിന്നും. ഇപ്പം അവർ കെട്ടി വന്നപ്പോൾ ആ 1.5 മീറ്ററാണ് നിലവിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് 1 സെന്റിമീറ്റർ പോലും അകത്തോട്ട് ഇവർ കെട്ടിയിട്ടില്ല. എടുത്ത മണ്ണ് അതുപോലെ കെട്ടിയിരിക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ പാറ മെറ്റിലും എല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത് നിരന്തരം അവിടെ നടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ ഒരു വശം പണി തീർത്തിട്ടുണ്ട്, ഒരു വശം പണി തീരാതെ കിടക്കുകയാണ്.
ഈ പണി തീർന്ന വശത്തൂടെ മാത്രമേ 2 സൈഡിലെ വണ്ടികൾ പോകൂ. എതിരെ വരുന്ന വണ്ടികൾ ഒട്ടും മാറ്റി കൊടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതെ ഒരു സൈഡിൽ കൂടെ മാത്രം പോകുന്നത്. നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഈ അഞ്ചൽ നായൂരേക്ക് വരുമ്പം ഇടത്ത് സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വണ്ടി ഒരു കാരണവശാലും സൈഡിലേക്ക് ഇറക്കത്തില്ല. അവിടെ തൊളിയാണ് ഇതാണെന്നും പറഞ്ഞ് ഇറക്കത്തില്ല. 2 വണ്ടികളും ഒരേപോലെയാണ് വരുന്നത്. ആംബുലൻസുകൾ പാഞ്ഞെത്തുന്നുണ്ട്, 108 ഇതുമെല്ലാം പാഞ്ഞെത്തുന്നുണ്ട്. ബസ്സിലുണ്ടായിരുന്ന ഏകദേശം 50ഓളം ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എല്ലാവർക്കും പരിക്കുകളുണ്ട്. നിസാര പരിക്കുകളോടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിൽ പലരെയും തിരിച്ച് മെഡിക്കൽ കോളേജുകളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇപ്പം ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കെട്ടിൻ്റെ അപാകതയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഈ കെട്ട് തുടങ്ങിയിട്ടിട്ട് മാസങ്ങളായി. അഞ്ചലായി റോഡിൻ്റെ പണി വളരെ ശോചനീയാവസ്ഥയിലാണ്. അതാണ്ട് ഇവിടെ ഈ തോടാണ്. ഈ തോട്ടിൻ്റെ സൈഡിലെങ്കിൽ യാതൊരു വിധമായ ബാരിക്കേഡുകളോ യാതൊന്നും ചെയ്യാതെയാണ് ഈ തോടിൻ്റെ സൈഡുകൾ ചെയ്തു വെച്ചേക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയുന്ന റോഡുകളാണ്. ഇതിൻ്റെ സൈഡിൽ ബാരിക്കേഡുകളില്ല. ബാക്കിയുള്ള ടൗണിലൊക്കെ കൊണ്ടുവന്ന് സൈഡിൽ ഓരോന്ന് സാധിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ യാതൊരു വിധമായ സാധിപ്പുമില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ നോക്കിക്കുക, നിങ്ങൾ തറനിരപ്പ് നോക്കിക്കുക. തറനിരപ്പിൽ വന്ന് ഉച്ചയും കുത്തി തോട്ടിൽ വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് വേണ്ടതായ യാതൊരു കാര്യങ്ങളും ഒരു ലൈനില്ല, ഒരു സിഗ്നൽ ലൈറ്റ് ഇല്ല, ഒരു ലൈനില്ല, സൈൻ ബോർഡുകളില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും അഞ്ചൽ റോഡിൽ അതിദാരുണമായ അപകടമാണ് നടന്നിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ടെമ്പോയിൽ ആളിനെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം പൊതുജനങ്ങളുടെയും ഒരുപാട് കഷ്ടപ്പെട്ടിന് ഒടുവിലാണ് അദ്ദേഹത്തെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ചരിഞ്ഞ് കിടക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, ഒരു വരി വണ്ടി മാത്രമേ ഇതിലേ പോകൂ. രണ്ടാമതൊരു വണ്ടി വരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. ഇതൊക്കെ എന്താണ് ഇവിടെ പണിഞ്ഞു കൂട്ടുന്നതെന്ന് സർക്കാരിന് മാത്രമേ അറിയാവൂ. ഇവിടെ ഇത്രയും പൊക്കമുള്ള ഏകദേശം ഒരു 15 അടി കാണുമായിരിക്കും. ഈ 15 അടി പൊക്കത്തിലുള്ള ഇത് കെട്ടാനാണ്. അതാണ്ട് നിങ്ങളിത് കാണുക. ഒരു ബസ്സോ ലോറിയോ സുഖമായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പോകും. ഇത്രയും വീതിക്കാണ് ഈ കല്ലുകെട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഒരു ലോറി ഇതിൻ്റെ മേളിൽ കൂടെ സുഖമായിട്ട് ഓടിപ്പോവും. ഈ രീതിയിൽ മാസങ്ങളായി ഇവിടെ കെട്ടു തുടങ്ങിയിട്ട്. ഇവിടെ റോഡിനൊന്നും വലുതായിട്ട് വീതി കൂടിയിട്ടൊന്നുമില്ല. നേരത്തെ ഇവിടെ വരെ നിന്ന വസ്തു അത്രയും പൊളിച്ചിട്ട് ഈ വീതിക്ക് ഇവിടെ കെട്ടുന്നു. ഇതിൻ്റെ തന്നെ വീതി നിങ്ങൾക്ക് നോക്കാം, എത്ര അടി വീതിയിലാണ് ഇത് കെട്ടുന്നതെന്ന്. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 അടി 12 അടി കാണും, അല്ലെ 15 അടി കാണും. അത്ര ഹൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ മൊത്തം പാറയാണ്. വാഹനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് സൈഡിൽ വന്നു കഴിഞ്ഞാൽ തൊളിയാണ്. അപ്പോൾ എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അഞ്ചലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആയൂർ നിന്ന് അഞ്ചലിലേക്ക് പോയ ടാറ്റ 407 തങ്ങൾ കൂട്ടിയിടിച്ച് നേർക്ക് കൂട്ടിയിടിച്ച് ഇത്രയും ഭീകരമായ ഒരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിൽ കൊണ്ടുവന്ന തൈകളാണ്. ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് നടക്കുന്നത്. അതാണ്ട് കൊണ്ടുപോയ വാഹനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന രംഗങ്ങളാണ് കാണുന്നത്. ഈ ആക്സിഡന്റ് സംഭവിച്ചവരെ അഞ്ചൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇതാണ് ബസ്. ഈ ബസ്സിൻ്റെ കീഴിൽ നമുക്ക് കയറാം. ഇത്രത്തോളം പൊങ്ങിക്കിടക്കുവാണ് വാഹനം. ഇതാണ് ഈ വാഹനത്തിൻ്റെ നമുക്ക് AL 15
1296. ഇവിടെ പോലീസ് ഫയർഫോഴ്സ് എല്ലാം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, പുതിയ അപ്ഡേറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇപ്പോൾ തൽക്കാലം ഫിനിഷ് ചെയ്യുകയാണ്.